കൂടുതൽ കാര്യങ്ങൾ വ്യക്തമല്ല. ചാത്തന്നൂരിൽ ഇതാണ് സംഭവം. ഏകദേശം 36 വയസ്സുള്ള ഒരു യുവാവിൻ്റെ മൃതദേഹം ഒഴിഞ്ഞ ഒരു പുരയിടത്തിൽ ഏകദേശം 5 ദിവസം പഴക്കമുള്ള മൃതദേഹമാണ് ഇപ്പോൾ നാട്ടുകാർ കണ്ടത്. തുടർന്ന് ചാത്തന്നൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും നടന്നു വരികയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് അതിൻ്റെ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധനയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. ഏകദേശം 36 വയസ്സോളം പ്രായമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. എന്നാലും ആളിനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ മാള് മരിച്ചു കിടക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടടുത്തായി ഒരു ഒഴിഞ്ഞ പുരയിടമാണ്. തികച്ചും വിജനമായ സ്ഥലം. അതിനിവിടെ നിന്ന് ഏകദേശം 10 മീറ്ററോളം മാറി മാത്രമാണ് വീട്ടുകാരുള്ളത്.
ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ കഠിന ഒഴിഞ്ഞ പുരയിടത്തിലാണ് ഇതിന് ഭാഗത്തായിട്ട് ഒരു കോളനിയാണ്. കോളനിയിൽ ഒരു യുവാവ് ആകാനാണ് സാധ്യത എന്നാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരും അതുപോലെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ പറയുന്നത്. നമുക്ക് ഇപ്പോഴൊന്നും പറയില്ല, കാരണം 5 ദിവസം പഴക്കമുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്ട്രീറ്റ് ഡോഗ് ഒക്കെ ആവാം, അത് കടിച്ച് വലിച്ചതാകാം എന്നൊക്കെ ഒരു നിഗമനത്തിലാണ്. പക്ഷേ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും പറയാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡ് അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ മൃതദേഹം പരിശോധന നടത്തി. ഇപ്പോൾ ചാത്തന്നൂർ കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ചാത്തന്നൂർ CA അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അതിൻ്റെ തെളിവുകളൊക്കെ ശേഖരിക്കുന്നു. വിശദമായി ആൾക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുടെ പരിസരത്തുള്ളവരെയൊക്കെ ചോദ്യം ചെയ്തു വരുന്നു. അവരുമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോലീസ് വരികയാണ്. കൂടുതൽ കാര്യം ഇപ്പോൾ നമുക്ക് ഒന്നും പറയാൻ സാധിക്കത്തില്ല. എങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒഴിഞ്ഞ പുരയിടമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഈ സ്ട്രീറ്റ് ഡോഗ് പോലീസ് ഡോഗ് നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വരെയാണ് ഡോഗ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് ഈ മരണപ്പെട്ടു എന്ന് പോലീസിൻ്റെ അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ നിഗമനമുള്ള ആളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഭാഗത്ത് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ പോലീസ് ഡോഗ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. നമുക്ക് സംഭവ സ്ഥലത്തേക്ക് ഒന്ന് പോകാം. ഇദ്ദേഹം കഴിഞ്ഞ 5 ദിവസമായി വീട്ടിൽ നിന്ന് കാണാനില്ല എന്നുകൂടി ഇവരുടെ നിങ്ങൾ അറിയാമോ ആളിനെ? അതെയുള്ള ഇത് കൂടെ കാണാനായിട്ട് എത്ര ദിവസവും? 4-5 ദിവസം ഉണ്ടായി. എവിടെ സ്ഥലം? എവിടെ? എന്ത് ജോലിക്ക് പോകുന്നത്? മരം മുറിക്കാനൊക്കെ പോകുന്നു. ഭാര്യ മക്കളൊക്കെ ഉണ്ടോ? മക്കളോട് പിണങ്ങി കഴിയാണ്. 7-8 വർഷമാവുന്നില്ലേ? എത്ര മക്കളുണ്ടോ? കുട്ടികളൊക്കെ ഉണ്ടോ? ഒരു പെൺകൊച്ചുണ്ട് ഇവിടെ പഠിക്കാനുണ്ട് ഈ സ്കൂളിൽ. എത്ര വയസ്സുള്ള കുട്ടികളോ? 10 വയസ്സ്. നിങ്ങൾക്ക് കാര്യം കൂടുതൽ എനിക്കെങ്ങനെ അറിയാൻ പറ്റും? 10 വയസ്സ്. ശരി. നീ കയറുമല്ലേ? നീ പോകൂലേ? നടന്നു പോകുന്ന കെട്ടിയുള്ളൂ. ഓ രാവിലെ 1-2 ഛർദിലൊക്കെ കഴിഞ്ഞ് ഓടി എടുത്ത് വന്നപ്പോഴത്തേക്ക് വെച്ച് നമ്മൾ ആ ഭാഗത്തേക്ക് പോവുകയാണ്. മൃതദേഹം കിടന്നു എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കത്തില്ല. കാര്യം അതിനെക്കുറിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കാണുക. കാര്യങ്ങൾ വ്യക്തമായിട്ട് വിശദമായ റിപ്പോർട്ട് ഞങ്ങൾ ചെയ്യും. ഈ മരിച്ച് കിടക്കുന്ന ആളുടെ കയ്യിലും ഉടുപ്പുമൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. എന്താ തികച്ചും കാടാണ്.
ഇതാണ് ഇത് നമ്മുടെ ചാത്തന്നൂരാണ്. പേര് പറയുന്നു ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ മരിച്ച എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത്തരത്തിലാണ് ഈ പറയുന്ന യുവാവിൻ്റെ ഏകദേശം 36 വയസ്സുള്ള ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററോളം മാറി ഒരു കോളനി ഉണ്ട്. ആ കോളനിയിലെ ആളാണ് അദ്ദേഹം. മരമുറിപ്പുകാരനൊക്കെ എന്നാണ് പ്രാദേശികമായിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എങ്കിൽ മാത്രമേ ഈ മരണം എത്തരത്തിലാണ് ഉണ്ടായതെന്ന് പോലീസിന് അത് പറയാൻ സാധിക്കത്തുള്ളൂ. അത് വരുന്ന മാത്രയിൽ പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ ഉറപ്പായും ഇപ്പോൾ തന്നെ ചാത്തന്നൂർ അസിസ്റ്റൻറ്റ് കമ്മീഷണർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇതിനെ പരിസരത്തായിട്ടുള്ള ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിജനമായ സ്ഥലം തികച്ചും വിജനമാണ്. എന്താ ഈ പ്രദേശത്തൊന്നും മറ്റ് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനടുത്തായി കുറച്ച് റോഡിൻ്റെ സൈഡിലായി കാണുന്നുണ്ട്. ആ കാണുന്നൊരു വീട് മാത്രമാണ്. അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം വീടുകളുണ്ട്. പിന്നെ ഈ മൃതദേഹം കണ്ടെടുത്ത ഭാഗത്ത് ഒക്കെ ആ പ്രദേശം തികച്ചും വിജനം എന്ന് പറയുമ്പോൾ ഒഴിഞ്ഞ പുരയിടം, ഒന്നും ചെയ്യാതിട്ടേക്കുന്ന ഒരു പുരയിടമാണ്. അതിന് കുറച്ചപ്പുറത്തോട്ട് മാറി പുതിയ വീടുകളുടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിന് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കും. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ്, അതുപോലെ ഫോറൻസിക്, പിന്നെ കമ്മീഷണറിൻ്റെ ചാത്തന്നൂർ കമ്മീഷണർ, CI, അതുപോലെ SI, അതുപോലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ സംഭവ സ്ഥലത്തിൻ്റെ വിശദമായ പരിശോധനകൾ നടത്തി അതിനെ സാമ്പിളുകളൊക്കെ ബ്ലഡിൻ്റെ സാമ്പിളുകളും മറ്റുമൊക്കെ ശേഖരിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ കാര്യങ്ങൾ എല്ലാം ശേഖരിച്ചതിന് ശേഷം കൃത്യമായും എക്സ്പ്രസ് ന്യൂസിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് പോയി ഇപ്പോൾ ആ മൃതദേഹം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായി പോകുകയാണ്. എന്തായാലും വിശദമായ റിപ്പോർട്ട് ഞങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുകയാണ്. ഇപ്പോൾ ഈ ഞങ്ങൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ ലൈവ് നിന്ന് പിൻവാങ്ങുകയാണ്. അപ്പം കൂടുതൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രേക്ഷകരുമായി തീർച്ചയായും ഞങ്ങൾ അന്വേഷണ വിധേയമായി പങ്കുവയ്ക്കും.